എനിക്ക് ഇഷ്ടപ്പെട്ടത് പ്രയർ ഏരിയയും അതേപോലെ തന്നെ ലിവിംഗ് ഏരിയ. നമുക്ക് ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് തന്നെ ലിവിംഗ് ഏരിയയിലാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യാനും തോന്നുന്നത് ഈ ഒരു ഏരിയ ആണ്. ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കൊരട്ടിക്കടുത്തുള്ള നമ്മുടെ ഏറ്റവും പുതിയ പ്രൊജക്റ്റിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ്. എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. വീട്ടിലേക്ക് കടക്കാൻ വേണ്ടി നമ്മൾ 2 ഗേറ്റാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു വലിയ ഗേറ്റും കാർ പോകാനുള്ളത്, ഒരു കുട്ടി ഗേറ്റും, അത് നമ്മുടെ ഫ്രണ്ട് ഡോറിൻ്റെ നേരെ ആയിട്ടുള്ളത്. നമ്മൾ ഒരു സ്ലൈഡിങ്ങും ഒന്ന് തുറക്കാനുള്ള ഒരു ചെറിയ പോർഷനായിട്ട് 2 പാർട്ടായിട്ടാണ് വലിയ ഗേറ്റും നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഗേറ്റ് കിടന്ന് നമ്മൾ ആദ്യം കിടക്കുന്ന ഒരു കിണറിൻ്റെ ഏരിയയ്ക്കാണ്. ആ ഏരിയ നമ്മളൊരു ലോണൊക്കെ കൊടുത്ത് ഒരു ചെറിയ ലാൻഡ്സ്കേപ്പ് പോലെ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. വീടിൻ്റെ എക്സ്റ്റീരിയർ ഏരിയാസിൽ പാത്ത് വേസ് ആയാലും വീടിൻ്റെ ഫ്രണ്ട് പോർഷൻ ആയാലും നമ്മൾ ബാങ്കിൾ സ്റ്റോൺ വെച്ച് 2x2 ബാങ്കിൾ സ്റ്റോൺ വെച്ചാണ് പേവ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ തുടർച്ചയായിട്ട് കോമ്പൗണ്ട് വാളുകളുടെ സൈഡിലൊക്കെ ബാമ്പുവിൻ്റെ ചെറിയൊരു പ്ലാന്റ്സും അതുപോലെ ചെറിയ മറ്റു പ്ലാന്റ്സുകളും വെച്ച് നമ്മൾ ലാൻഡ്സ്കേപ്പ് ചെറിയ രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിലാണ് നിൽക്കുന്നത്. ഐലീഫ് ബ്രാൻഡിൻ്റെ ഒരു ഡോറും അതിലൊരു മാറ്റ് ടൈപ്പിലുള്ള ഗ്രേ കളറിലുള്ള ഒരു ഡോറാണ് നമ്മൾ ചെയ്തേക്കുന്നത്, ഐലീഫ് ബ്രാൻഡിൻ്റെ. പിന്നെ ഈ സിറ്റ് ഔട്ടിൻ്റെ ഫ്ലോർ നമ്മൾ ചെയ്തേക്കുന്നത് 4x2 മാറ്റ് കളറിലുള്ള ഫുൾ ബോഡി ടൈലാണ്. ഈ സിറ്റ് ഔട്ടിൻ്റെ ഒരു ഗ്രീനിഷ് ടച്ച് കിട്ടാൻ വേണ്ടി ലെഫ്റ്റ് സൈഡിൽ നമ്മളൊരു ചെറിയൊരു പോർഷനിൽ ഒരു പ്ലാന്റും കുറച്ച് ഗ്രാസും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഡോർ തുറന്ന് നമ്മൾ ഫസ്റ്റ് ആദ്യം കടന്നു വരുന്നത് നമ്മുടെ ഒരു വലിയൊരു ഹാളിലേക്കാണ്. ഇവിടെ ലിവിങ് ഡൈനിങ് ഏരിയ ഒരുമിച്ച് ഒരൊറ്റ ഹാളായിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഹാളിൻ്റെ റൈറ്റ് സൈഡ് പോർഷനിലായിട്ടാണ് ഇതിൻ്റെ ലിവിങ് റൂം നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഗ്രേ കളറിലുള്ള ഒരു ഫുൾ കവർ സീറ്റ് സോഫയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഒരു ടർക്കിഷ് മോഡലുള്ള ഒരു ഫുൾ കവർ സീറ്റ് സോഫയാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. 5 സീറ്റ് 5 പേർക്ക് ഇരിക്കുന്ന 5 സീറ്റ് സോഫയാണ് നമ്മൾ ചെയ്തേക്കുന്നത്. സോഫയുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ചെറിയൊരു TV ചെയ്തിട്ടുണ്ട്. ഒരു വൈറ്റ് കളർ തീമിൽ തന്നെയാണ് വീടിന്റെ മൊത്തം ഇന്റീരിയർ. അതിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ തന്നെ ആ TV ഏരിയ നമ്മൾ ചെയ്തേക്കുന്നത്. TV ഏരിയയിൽ നമ്മൾ ലൂവർ ഡിസൈനും അതുപോലെ റെയിൻ സ്പോട്ട് പാനലും വെച്ചാണ് TV ഏരിയ വളരെ മിനിമലിസ്റ്റിക് ആയിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അതിനൊരു യൂറോപ്യൻ ടച്ച് കിട്ടാൻ വേണ്ടി അതിന്റെ TV ബോക്സിൽ നമ്മളൊരു യൂറോപ്യൻ ടൈപ്പിലുള്ള ലെഗ്സ് നമ്മൾ ചെയ്തു. നമ്മൾ ഹാൾ ഏരിയാസിലൊക്കെ ഒരു ഫുൾ ലെങ്ത് കർട്ടനാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ലിവിങ് ഏരിയയുടെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് പ്രയർ ഏരിയ നമ്മൾ വരുന്നത്. ഒരു യൂറോപ്യൻ ടച്ചിലുള്ള പ്രയർ ഏരിയ ആണ് നമ്മൾ ചെയ്തേക്കുന്നത്. വൈറ്റ് ഗ്രേ തീമിലാണ് ഈ പ്രയർ ഏരിയയും നമ്മളിവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 3 സ്റ്റാച്ചു ഒക്കെ വെച്ച് വളരെ ക്യൂട്ടായിട്ട് മിനിമലിസ്റ്റിക് രീതിയിലാണ് നമ്മൾ ഈ പ്രയർ ഏരിയ ഡിസൈൻ ചെയ്ത് വെച്ചത്. ഈ വീടിൻ്റെ ഡൈനിങ് ഏരിയയിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഡൈനിങ് ഏരിയയിൽ ബാക്ക് സൈഡിലായിട്ട് ഒരു ലാസ്റ്റ് സപ്പറിൻ്റെ ഒരു 3D മോഡലിംഗ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതാണ് നമ്മുടെ ഡൈനിങ് ഏരിയയുടെ വാളിൻ്റെ മെയിൻ ഹൈലൈറ്റ്. പിന്നെ ഒരു മാർബിൾ ഡിസൈനിലുള്ള ടോപ്പ് ഡിസൈനുള്ള ഒരു ഡൈനിങ് ടേബിളും നമ്മൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഈ ഡൈനിങ് ഏരിയയിൽ നിന്നാണ് പാഷ്യോയിലേക്കുള്ള ഒരു എൻട്രൻസ് വരുന്നത്. ഡൈനിങ് ഏരിയയിൽ ഇരുന്നാൽ പാഷ്യോൻ്റെ വ്യൂ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഹാള് നമ്മളൊരു വൈഡ് ഏരിയയിലാണ് നമ്മൾ ഹാൾ ചെയ്തേക്കുന്നത്. ലിവിങ് ഡൈനിങ് സെപ്പറേഷൻ നമ്മൾ ഈ വീട്ടിൽ ഇല്ല. ഒരു വൈഡായിട്ട് നിൽക്കുന്ന രീതിയിലുള്ള ഒരു ഹാളാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പോൾ അത് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഈ വീടിൻ്റെ ഒരു
മുഴുവൻ പോർഷനും കാണാവുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഏരിയയുടെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ ഒരു വാളിൽ ചെയ്ത ലാസ്റ്റ് സപ്പറിൻ്റെ ഒരു 3D രൂപമാണ്. ഈ ലാസ്റ്റ് സപ്പറിൻ്റെ ഈ രൂപത്തിന് വേണ്ടി ഞങ്ങൾ ഒരുപാട് അലഞ്ഞിട്ടുണ്ട്. അവസാനം ഞങ്ങളത് ഫൈബറിൽ തന്നെ ചെയ്യാൻ തന്നെ ഫിക്സ് ചെയ്ത് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത ഒരു രൂപമാണ്. എൻ്റെ പേര് ജേക്കബ്, ഇത് ഭാര്യ റീന. എനിക്ക് 2 പെൺകുട്ടികളാണ്. അതിൽ മൂത്ത മകള് മസ്കറ്റ് കിട്ടിയിരിക്കുന്നത്. ആളുടെ ഹസ്ബൻഡാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ചുക്കാൻ പിടിച്ചത്. സനൂപിനെ കണ്ടപ്പോൾ ഇങ്ങനെ നല്ലൊരു വീട് വെക്കാൻ പറ്റുമെന്ന് എനിക്ക് ആദ്യം മനസ്സിലായിരുന്നില്ല. ഒരു പയ്യനാണല്ലോ, അപ്പോൾ എന്താവും എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ നല്ല രീതിയിൽ തന്നെ സനൂപിന് ഈ വീട് പണിയാനായിട്ട് സാധിച്ചു. കിച്ചണിലെ കബോർഡ് വർക്ക് നല്ലതായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ സ്റ്റാച്ചു എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. കുട്ടികൾ പറഞ്ഞു സ്റ്റാച്ചു എങ്ങനെ എവിടെ കൊടുക്കും മേടിക്കാനായിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു സനൂപിനോട് നമുക്ക് ചോദിക്കാം. അങ്ങനെ സനൂപിന് തന്നെ ഞങ്ങൾ ചോദിച്ചു നല്ലൊരു സ്റ്റാച്ചു ഉണ്ടാക്കാനായിട്ട്. അങ്ങനെ നല്ല രീതിയിൽ തന്നെ ആ സ്റ്റാച്ചു ഉണ്ടാക്കാനായിട്ട് സനൂപിന് സാധിച്ചു. മൂത്ത മകൾക്കും മരുമകനും ആണ് ഏറ്റവും കൂടുതൽ ഇതിന് താല്പര്യം. അപ്പോൾ അവരുടെ ഐഡിയ പ്രകാരം എല്ലാം കൂടി ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം സനൂപിനോട് പറയും. അപ്പോൾ സനൂപ് അതിന്റെ നല്ലൊരു ഐഡിയ തന്ന് ഞങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഗാർഡൻ സെറ്റ് ചെയ്ത് തന്നു. അതുപോലെ എന്ത് കാര്യം ആവശ്യപ്പെട്ടതൊക്കെ സനൂപ് നല്ല രീതിയിൽ ഞങ്ങളുടെ ഭവനത്തിന് ചെയ്യാനായിട്ട് സനൂപിന് സാധിച്ചിട്ടുണ്ട്. ഡൈനിങ് ഏരിയയിൽ നിന്നാണ് പാഷ്യോയ്ക്കുള്ള ഒരു എൻട്രൻസ് വരുന്നത്. അവിടെ നമ്മളൊരു ഫോൾഡിങ് ടൈപ്പ് ഒരു GIയിലുള്ള ഒരു ഡോറ് നമ്മളവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് തുറന്ന് വേണം നമുക്ക് പാഷ്യോയിലേക്ക് കടക്കാനായിട്ട്. ഈ വീടിൻ്റെ പാഷ്യോ ഏരിയയിലാണ് നിൽക്കുന്നത്. ഈ പാഷ്യോ എന്ന് പറഞ്ഞാൽ ഓപ്പൺ ടൈപ്പുള്ള ഒരു പാഷ്യോ ആണ്. ഈ വീടിൻ്റെ 2 സൈഡിലും പാഷ്യോയുടെ 2 സൈഡിലും ഗ്രീനറി നമ്മൾ കൊടുത്തിട്ടുണ്ട്. നേരെ ഓപ്പോസിറ്റ് സൈഡിലും ഡൈനിങ്ങിൽ നിന്നും വ്യൂ കിട്ടുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു ഗ്രീനറി നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഫോൾഡിംഗ് ഡോറാണ് ഇപ്പോൾ നമുക്ക് കാണുന്നത്. 4 പോർഷനിലായിട്ടാണ് ആ ഫോൾഡിംഗ് ഡോർ നമ്മൾ ചെയ്തേക്കുന്നത്. ഇതിൻ്റെ മുകളിൽ ഒരു GIയുടെ ഓപ്പൺ ടൈപ്പിലുള്ള ഒരു സ്ട്രക്ചറും നമ്മൾ മുകളിൽ കൊടുത്തിട്ടുണ്ട്. ഭാവിയിൽ നമുക്ക് ക്രീപ്പിംഗ് പ്ലാന്റ്സ് ഒക്കെ കൊടുക്കാനുള്ള ഒരു പ്ലാൻ ഉണ്ട്. അതിൻ്റെ ഫ്ലോറിൽ നമ്മൾ ആ ഫ്രണ്ടിൽ നിന്നുള്ള എക്സ്റ്റീരിയറിൻ്റെ ആ തുടച്ചുന്ന രീതിയിൽ ബാംഗിൾ സ്റ്റോൺ തന്നെയാണ് ഫ്ലോറിൽ കൊടുത്തേണ്ടത്. അതിൻ്റെ 3 സൈഡിലായിട്ട് നമ്മൾ കുറച്ച് ഗ്രീനറിയൊക്കെ സെറ്റ് ചെയ്ത് അത്യാവശ്യം ആ ഏരിയ നന്നാക്കിയിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് ഒരു ചെറിയൊരു പാത്വേ കൊടുത്തിട്ടുണ്ട്. ആ പാത്വേ വഴി പോയി കഴിഞ്ഞാൽ വീടിൻ്റെ ഫ്രണ്ട് പോർഷനിലേക്കും നമുക്ക് ഒരു ജോയിൻറ്റ് ഒരു വേ കൊടുത്തിട്ടുണ്ട്. ആ ഏരിയാസ് നമ്മൾ പ്ലാൻസ് ഒക്കെ സെറ്റ് ചെയ്ത് അത്യാവശ്യം ഭംഗിയാക്കിയിട്ടുണ്ട്. ഈ വീടിൻ്റെ ബെഡ്റൂമിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ ബെഡ്റൂമിൽ നമ്മളൊരു 4 ഡോർ 4 ഡോർ വാർഡ്രോബ് നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ വാർഡ്രോബിൻ്റെ അവിടെ നിന്ന് തന്നെ കുറച്ച് നീങ്ങിയിട്ട് ഡ്രസ്സിങ് ഏരിയ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ വീട് വളരെ മിനിമലിസ്റ്റിക് ആയിട്ടാണ് ഈ ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വാള് മിനിമലിസ്റ്റിക് ആയിട്ട് ഒരു വാള് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് ഗ്രേ കളർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ വീടിന്റെ കിച്ചണിലാണ് നമ്മൾ നിൽക്കുന്നത്. അലുമിനിയം പ്രൊഫൈൽ വെച്ചിട്ടാണ് നമ്മുടെ ഈ വീടിന്റെ കിച്ചൺ കബോർഡ് ചെയ്തിരിക്കുന്നത്. അലുമിനിയം പ്രൊഫൈലിന്റെ മുകളിലായിട്ട് ഗ്രാനൈറ്റിന്റെ ടോപ്പാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഒരു ഗ്രേ വൈറ്റ് കോമ്പിനേഷനിലാണ് ഈ വീടിന്റെ കിച്ചൺ നമ്മൾ ചെയ്തിരിക്കുന്നത്. മുകളിൽ വൈറ്റും താഴെ ലൈറ്റ് ഗ്രേ ഡിസൈനാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു കയറി വന്നു കഴിഞ്ഞാൽ ഒരുപാട് കളർ കോമ്പിനേഷനൊന്നും ഇല്ലാത്ത എന്നാൽ വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു കിച്ചണാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്.
ഈ കിച്ചന്റെ ഒരു വാള്, ഒരു ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ, ഒരു ഫോൾഡറും ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റെയറിന്റെ അടിയിൽ നിന്ന് ഒരു സ്റ്റോർ ഏരിയ കിട്ടുന്ന രീതിയിൽ ഒരു ചെറിയ സ്റ്റോർ ഏരിയയും കൂടി നമ്മളിവിടെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ അലുമിനിയം പ്രൊഫൈലിന്റെ കബോർഡ്സ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ ബെഡ്റൂമിലാണ് നമ്മൾ നിൽക്കുന്നത്. വളരെ ലൈറ്റ് ആയിട്ടും മറ്റു ബെഡ്റൂം പോലെ തന്നെ വളരെ മിനിമലിസ്റ്റിക് ആയിട്ടുമാണ് ഈ ബെഡ്റൂം നമ്മൾ ചെയ്തിരിക്കുന്നത്. ഒരു കോട്ട്, അതുപോലെ തന്നെ ഒരു വാർഡ്രോബ്, ഗ്രേ കളറിലുള്ള ഒരു ബ്ലൈൻഡ്സ്, കർട്ടൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ വീടിന്റെ ഒരു വാർഡ്രോബ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു 4 ഡോർ വാർഡ്രോബാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഒരു ഡോറ് അതിൽ യൂസ്ഡ് ക്ലോത്ത്സ് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ യൂസ്ഡ് ക്ലോത്ത്സ് ഇട്ടാൽ അതിന് വെന്റിലേഷൻ പോകാൻ വേണ്ടി മുകളിൽ ഒരു വെന്റിലേറ്ററിന്റെ പരിപാടികളൊക്കെ നമ്മൾ ഈ വാർഡ്രോബിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. വരുമ്പോൾ സ്റ്റയറിൻ്റെ സൈഡിലായിട്ടാണ് വാഷ് ഏരിയ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു LED വാൾ മിററും പിന്നെ WPCയുടെ ഒരു വാഷ് കൗണ്ടറും നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വാളിലും ഇതിലെല്ലാം മാർബിൾ ടൈപ്പിലുള്ള വൈറ്റ് കളറുള്ള തീമിൽ തന്നെ ആണ് നമ്മൾ അവിടെയും ആ പോർഷനും ഫുള്ളായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ വീടിന്റെ സ്റ്റെയർ ഏരിയയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. സ്റ്റെയർ ഏരിയയിൽ നമ്മൾ സ്റ്റെയർ ഹാൻഡില് GI ചെയ്തിട്ട് മുകളിലൊരു വുഡിന്റെ ഒരു പാനൽ കൊടുത്തിട്ടുണ്ട്. വൈറ്റ് ഗ്രേ തീമിൽ തന്നെയാണ് ഈ സ്റ്റെയർ ഹാൻഡിൽ നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. സ്റ്റെയറിന്റെ വാള് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ലൈറ്റും അതുപോലെ താഴെ ഒരു ടാനിലും നമ്മൾ കൊടുത്തിട്ടുണ്ട്. സ്റ്റെയറിന്റെ ടൈൽസ് നമ്മൾ മാറ്റ് ഫിനിഷിങ്ങിലുള്ള ഗ്രേ കളർ 4x2 ടൈൽസ് ആണ് സ്റ്റെയറിന്റെ ടൈൽസിന് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തെ ബെഡ്റൂമിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ ബെഡ്റൂമും സാധാരണ ബെഡ്റൂം പോലെ തന്നെ ഒരു മിനിമലിസ്റ്റിക് രീതിയിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഈ ബെഡ്റൂമിൽ നമ്മളൊരു കോട്ട്, വാർഡ്രോബ്, വാർഡ്രോബ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരു വാള് ഇതുപോലെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ഗ്രേ കളർ നമ്മൾ ഈ ബെഡ്റൂമിൽ ചെയ്തിട്ടുണ്ട്. എല്ലാ ബെഡ്റൂമിലും ഉള്ള പോലെ ഒരു ഡ്രസ്സിംഗ് ഏരിയയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ ഡ്രസ്സിംഗ് ഏരിയയിൽ നമ്മൾ ഒരു മുകളിൽ റൗണ്ട് ഷേപ്പ് ടൈപ്പുള്ള ഒരു മിററും താഴെ സ്ക്വയർ ടൈപ്പുള്ള ഒരു മിററാണ് നമ്മൾ വെച്ചത്. ഈ വീടിന്റെ ബാക്ക് സൈഡ് പാനൽ നമ്മളൊരു ലൂവർ ടൈപ്പിലുള്ള ഗ്രേ കളർ ലൂവർ ടൈപ്പിലുള്ള ഒരു ലൂവർ ഡിസൈനാണ് നമ്മൾ ബാക്ക് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. താഴെ കബോർഡ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. 2 കബോർഡ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ബാത്റൂമുകളിലൊക്കെ 4x2 വലുപ്പത്തിലുള്ള ടൈൽസാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഒരു ഗ്രേ സിൽവർ തീമിലുള്ള ഡിസൈനാണ് 3 ബാത്റൂമിലും ചെയ്തേക്കുന്നത്. ഒരു വാഷ് ഏരിയ, ഒരു സിംഗിൾ പീസ് ക്ലോസറ്റ്, അതുപോലെ ഒരു ഷവർ ഏരിയ അങ്ങനെ നമ്മൾ ചെയ്തതാണ്. എല്ലാ ബാത്റൂമും ഡ്രൈ വെറ്റ് ഏരിയ നമ്മൾ തിരിച്ചിട്ടുണ്ട്. എൻ്റെ പേര് നീജ, ഇതെന്റെ അനിയത്തി ജസ്റ്റിന. ഞങ്ങൾക്ക് പഴയ ഒരു വീടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അത് പൊളിച്ച് പണിയണോ അല്ലെങ്കിൽ അതിനകത്ത് തന്നെ മോഡിഫൈ ചെയ്യണോ എന്നുള്ളൊരു ഡൗട്ടിലായിരുന്നു നിന്നത്. പിന്നെ എൻ്റെ ഫ്രണ്ട് പിന്നി, ഞങ്ങൾ +1+2 ഒരുമിച്ച് പഠിച്ചതാണ്. അപ്പൊ അവിടെ വഴിയാണ് ചേട്ടനെ അറിയുന്നത്. ഞങ്ങൾ 3 പേരും പുറത്താണ്. അപ്പൊ നമുക്കറിയില്ല ഇപ്പോഴത്തെ പുതിയ സ്റ്റൈൽ എന്താണ്, അതേപോലെ തന്നെ മോഡേൺ ആയിട്ട് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും, ഇപ്പോഴത്തെ കറണ്ട് ട്രെൻഡ് എന്താണ്, ഇതൊന്നും നമുക്കറിയില്ല. അതേപോലെ തന്നെ കോൺട്രാക്ടറെ എങ്ങനെ വിശ്വസിക്കും. ഞങ്ങൾ അവിടെ ആയിരുന്നു, നമുക്കൊരു അപ്പച്ചനമ്മച്ചി മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ വന്ന് പിന്നെ കോൺട്രാക്ടറിന്റെ അടുത്ത് പരിചയപ്പെട്ടൊക്കെ തന്നെ മനസ്സിലായി നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളാണ്. പിന്നെ നമ്മള് അവിടെ നിന്ന് ഫോണിൽ കൂടെ വാട്സപ്പിൽ കൂടെ മാത്രമേ ചാറ്റിംഗ് ഉള്ളൂ. ഇന്നത് പറയുന്നു, പക്ഷെ നമ്മള് ആഗ്രഹിച്ചത് എന്താണോ അത് തന്നെ ഞങ്ങൾ ഇവിടെ വന്ന് നോക്കി കഴിഞ്ഞപ്പോ അത് തന്നെ നമുക്ക് വേറെ ഒന്നും ചിന്തിക്കേണ്ടി വന്നില്ല. അവള് പറഞ്ഞതുപോലെ തന്നെ ഞങ്ങള് ഞാനും അനിത്യായാലും എന്റെ അച്ഛനും ചേട്ടനായാലും ഇവിടെ ഇല്ല ഞങ്ങളുടെ സ്ഥലത്ത്. ഞങ്ങൾക്ക് പുറമെ നിന്ന് എന്തൊക്കെ ചെയ്യാൻ പറ്റും അത് ഫോൺ വഴി കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു.
ഞങ്ങൾ ചോദിക്കാറുണ്ടായിരുന്നു, ചേട്ടൻ ഇപ്പം മെസ്സേജ് അയക്കും, അതെല്ലാം റിപ്ലൈ അയക്കുന്നുണ്ട്. ഇത് തിരക്കിലായ പോലും സനൂപ് റിപ്ലൈ അയക്കാറുണ്ട്, ഫോട്ടോസ് അയക്കും. ഞങ്ങൾ അതനുസരിച്ച് പുറമെ നിന്നാണ് എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. എവറി കോർണർ ഇപ്പൊ എന്തെങ്കിലും ഇപ്പൊ ഒരു സജഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി ഏതറ്റം വരെ പോകും. ഇപ്പൊ തൃശ്ശൂര് നമുക്കൊരു ലൈറ്റ് വേണമെന്ന് പറഞ്ഞു, തൃശ്ശൂർ പോകണമെന്ന് പറഞ്ഞു, അതിന് റെഡിയാണ്. എന്തിനും ഏത് ആവശ്യം എങ്ങനെ ഒരു സ്പെസിഫിക് ആയിട്ട് നമ്മൾ പറയുന്നതിന് ഏതറ്റം വരെ പോകാനായിട്ടും ആൾ തയ്യാറായിരുന്നു. അല്ലെങ്കിൽ ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. കാരണം അല്ലെങ്കിൽ നമുക്ക് ചിലവരുണ്ട്, നമ്മളിത് പറയും, നമുക്ക് വിചാരിച്ച കിട്ടില്ല, ഇതേ ഉള്ളൂ എന്ന് പറഞ്ഞ് നിർത്തും. പക്ഷെ ഇത് ഏതറ്റം വരെ പോയിട്ട് ആ സാധനം ഒപ്പിച്ചു തരുക. കിച്ചണിന്റെ പോർഷനായിരുന്നു. പണ്ടത്തെ ഞങ്ങളുടെ കിച്ചൺ ഭയങ്കര ചെറുതായിരുന്നു, സ്പേസ് ഉണ്ടായിരുന്നില്ല. പക്ഷെ അതിനെ സംബന്ധിച്ച് ഇപ്പൊ നോക്കുമ്പോൾ ഒത്തിരി ഡിഫറൻസ് ഞങ്ങൾക്ക് കാണാൻ പറ്റും. ഒത്തിരി സ്പേഷ്യസ് ആണ്. കബോർഡ് വർക്ക് ആയാലും ലൈറ്റ് വർക്ക് ആയാലും ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അതേപോലെ തന്നെ ലിവിംഗ് ഏരിയ, കോർണർ സോഫ ആയാലും അതേപോലെ തന്നെ ടേബിൾ ആയാലും ലൈറ്റും എല്ലാം എനിക്ക് ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് തന്നെ ലിവിംഗ് ഏരിയയിലാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യാനും തോന്നുന്നത് ഈ ഒരു ഏരിയയാണ്. ആ ഏരിയയാണ് എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത്. പ്രെയർ ഏരിയ നമുക്കൊരു വളരെ സിമ്പിളായിട്ട് വേണമെന്നൊരു പ്ലാൻ സ്റ്റാൻഡിങ്ങിലുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് മാച്ച് ആവുന്ന കളർ തീമും അതിന് മാച്ച് ആവുന്ന ഡിസൈനും നമ്മൾ സെലക്ട് ചെയ്തു. നമ്മൾ വീട് പണിയെ പറ്റി ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ക്ലിയർ പ്ലാൻ ഉണ്ടായിരുന്നു. എത്ര ബെഡ്റൂം വേണം, എക്സ്റ്റീരിയർ എങ്ങനെ വേണം എന്നൊക്കെ. അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മൾ സനൂപിനടുത്ത് ഡിസ്കസ് ചെയ്ത് പ്ലാനിനെ പറ്റി ഡിസ്കസ് ചെയ്തു. അങ്ങനെ നമ്മളൊരു ഫൈനൽ പ്ലാൻ എത്തിക്കഴിഞ്ഞ് കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് കുറേ നാളുകൾക്ക് ശേഷം ഇന്റീരിയറെ പറ്റി നമ്മൾ ആലോചിച്ചത്. അപ്പോൾ സനൂപാണ് നമുക്കൊരു യൂറോപ്യൻ തീമിലുള്ള, എനിക്കെപ്പോഴും ഒരു വൈറ്റ് കളർ അല്ലെങ്കിൽ ബ്രൈറ്റ് കളർ ഓപ്പൺ ടൈപ്പ് തീമായിരുന്നു ഇഷ്ടം. അങ്ങനെയാണ് സനൂപ് നമുക്ക് യൂറോപ്യൻ സ്റ്റൈലിൽ ചെയ്യാമെന്നുള്ളൊരു സജഷൻ വന്നു. നമ്മൾ പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് 2024 മാർച്ചിലാണ്. അപ്പോൾ നമുക്കൊരു 1 year കംപ്ലീറ്റ് ചെയ്യണമെന്നായിരുന്നു നമ്മുടെ ആഗ്രഹം. നമ്മൾ നല്ല സ്പീഡിൽ തന്നെ പണി നടന്നുകൊണ്ട് 2025 ഫെബ്രുവരിയിൽ തന്നെ നമുക്ക് പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്ത് താമസിക്കാൻ പറ്റും. വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വീടിന്റെ വിശേഷങ്ങളുമായി നിങ്ങളെ കാണുന്നത് വരെ ബൈ ഫ്രം സനൂപ്.